Bahrain Roundup, brought to you by Lulu International Exchange, Al Hilal Hospital and Medical Center, and Arjun Chess Academy. നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 9 തിങ്കളാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. രാജ്യത്തിനു നേരെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ഭീകരാക്രമണങ്ങളെ ബഹ്റിൻ പ്രതിരോധ സേന വിജയകരമായി നേരിടുന്നു. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതുവരെ 102 മിസൈലുകളും 171 ഡ്രോണുകളും BDF തകർത്തു. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ജനറൽ കമാൻഡ് വ്യക്തമാക്കി. അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾക്കല്ലാതെ ആരും പുറത്തിറങ്ങരുത്, സൈനിക നീക്കങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തരുതെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാമീറിലെ വ്യവസായ കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി. നാഷണൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ നൽകുന്ന വിവരമനുസരിച്ച് കെട്ടിടങ്ങൾക്കും ഉപകരണങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആർക്കും ജീവാപായമില്ല എന്നത് ആശ്വാസകരമാണ്. അഗ്നിശമന സേനയുടെ സംയോജിതമായ ഇടപെടലിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കി. എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാന മേഖലയായതിനാൽ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കിയിട്ടുണ്ട്. സിത്ര മേഖലയിലുണ്ടായ ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തിൽ 32 സാധാരണക്കാർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റവരിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കിയ കുട്ടികളും 2 മാസം പ്രായമുള്ള കുഞ്ഞും ഉൾപ്പെടുന്നു എന്നത് രാജ്യത്തെ നടുക്കിയിരിക്കുകയാണ്. പരിക്കേറ്റ 17 വയസ്സുള്ള പെൺകുട്ടിയുടെ നിലയും ആശങ്കാജനകമാണ്. പരിക്കേറ്റവരെല്ലാം വിദഗ്ധ മെഡിക്കൽ സംഘങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നും സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം ക്രൂരതകൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അടിയന്തര സാഹചര്യത്തിലും നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബഹ്റിൻ നീതിന്യായ മന്ത്രാലയം പുതിയ സംവിധാനം ഏർപ്പെടുത്തി. ഈ ജയിലിലെ പ്രതികൾ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഇന്നലെ കോടതിയിൽ ഹാജരായി. വരും ദിവസങ്ങളിൽ റിമാൻഡ് തടവുകാർക്കും ഈ സൗകര്യം ലഭിക്കും. ഷെയ്ഖ് ഖാലിദ് ബിൻ അലി അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ കോടതികളുടെ പ്രവർത്തനം വിലയിരുത്തി. യുദ്ധസാഹചര്യത്തിലും കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനാണ് ഈ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നത്. ഇറാനിയൻ ആക്രമണങ്ങളെ തുടർന്ന് ബാപ്കോ എനർജീസ് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഫോഴ്സ് മജ്യൂർ പ്രഖ്യാപിച്ചു. അപ്രതീക്ഷിത സാഹചര്യങ്ങൾ മൂലം കരാർ സേവനങ്ങളിൽ താൽക്കാലിക തടസ്സം നേരിടുമെങ്കിലും പ്രാദേശിക വിപണിയിലെ ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റുമെന്ന് കമ്പനി ഉറപ്പു നൽകി. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇന്ധന വിതരണവും മറ്റ് സേവനങ്ങളും തടസ്സമില്ലാതെ തുടരും. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ബാപ്കോ എനർജീസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് ബഹ്റിനിൽ സന്ദർശക വിസയിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് മടക്കയാത്രയ്ക്കുള്ള സഹായങ്ങൾ ഇന്ത്യൻ എംബസി പ്രഖ്യാപിച്ചു. സൗദി അറേബ്യ വഴി മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രാൻസിറ്റ് വിസ ലഭ്യമാക്കാൻ എംബസി ഇടപെടും. ഇതിനായി താൽപ്പര്യമുള്ളവർ wel2.bahrain@mea.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് വ്യക്തിഗത വിവരങ്ങൾ എത്രയും വേഗം അയക്കേണ്ടതാണ്. സൗദി സർക്കാരുമായി സംസാരിച്ച് ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് എംബസി അറിയിച്ചു.
സിത്രയിലെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്കും വീടുകൾ തകർന്നവർക്കും അടിയന്തര സഹായം ഉറപ്പാക്കുമെന്ന് ജലീൽ അലവി അൽ സെയ്ദ് MP. ആക്രമണം നടന്ന സ്ഥലവും ആശുപത്രികളും സന്ദർശിച്ച MP കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചു. തകർന്ന വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും അവർ ഉറപ്പു നൽകി. ഭീതിജനകമായ സാഹചര്യത്തിനിടയിലും പൊതുസ്ഥലങ്ങളിൽ ശല്യമുണ്ടാക്കുന്ന രീതിയിൽ വാഹനമോടിച്ച നിരവധി ഡ്രൈവർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ വാഹനങ്ങൾ 60 ദിവസത്തേക്ക് കണ്ടുകെട്ടി. അപകടകരമായ ഡ്രൈവിംഗിലൂടെ പരിഭ്രാന്തി പടർത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്നും വരും ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇറാനിയൻ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ശത്രുതാപരമായ നീക്കങ്ങളെ അനുകൂലിക്കുകയും ചെയ്ത 6 ഏഷ്യൻ വംശജരെ സൈബർ ക്രൈം വിഭാഗം അറസ്റ്റ് ചെയ്തു. ഭീതി പടർത്തുന്ന രീതിയിലുള്ള വീഡിയോകൾ നിർമ്മിച്ചതിനാണ് നടപടി. അറസ്റ്റിലായവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.